അല്ല ജോർജ്, ആ കമ്പനിയുടെ പേരെന്തായിരുന്നടാ? അഫീഫി ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അല്ല, ബസ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ പേരല്ലേ? അല്ല, മറ്റേ പേര് കേട്ടായിരുന്നു കേട്ടോ. എന്താ ഫ്രോഡ് കമ്പനിയാണ്. നന്നായി നിനക്ക് കിട്ടാൻ. നിനക്കൊക്കെ അങ്ങനെയൊക്കെ പറയാം. ജോലി പോയത് എൻ്റെ അല്ലേ? എടാ, നീ ഒരു ബിടെക്കാരനല്ലേ? തളരാണ്ടിരിക്കൂ. എന്തോരം ഇന്റർവ്യൂ കണ്ടേക്കണു. എടാ, ഈ +2 പാസ്സായി ഇവന് ജോലിയുണ്ട്. ബിടെക് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ജോലിയില്ല. പോടാ. ഇത്രയൊക്കെ ആയിട്ട് നിനക്കൊന്നും പറയാനില്ലൂടാ. കഞ്ഞിയും പയറും എടുക്കട്ടെ. പപ്പടം ഉണ്ടോ? കാച്ച കാച്ച്. നല്ലൊരു കുലിക്ക് സർബത്ത് എവിടെ കിട്ടൂടാ ലോല? തമ്മനത്തെ ഉള്ളിലോട്ട് നീയൊരു കടയുണ്ട്. ഇപ്പൊ ചെറുക്കൻ എണ്ണ അടിയാവുന്നുണ്ട് അടിക്കുന്നത്. അടിച്ചാൽ കലക്കുമില്ല. എടാ മണവണാച്ച, നിനക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ലൈഫിൽ? എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? പറ. ലക്ഷ്യം ഒരു കല്യാണം കഴിക്കണം. ഞാനും അവളും കുട്ടികളും. എന്ത് രസമായിരിക്കും അല്ലേ? ഓ, എന്താടാ ഞാൻ ഈ കഴിയ പാത്രം തന്നെ വീണ്ടും വീണ്ടും കഴിക്കൊണ്ടിരിക്കുന്നേ. പേടിക്കണ്ട കേട്ടോ. പേടിച്ചു പോയി. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. എന്നെ പോലെ. ഗുഡ് നൈറ്റ്. എടാ ചെറുക്ക, നീ അവിടെ എന്തോ കുത്തിക്കൊണ്ടിരിക്കുന്നേ? എടാ, അച്ചുവിന് ഡെലിവറി ആവുന്നില്ല. അച്ഛന് ഡെലിവറിയാ? ആ ലോല നീ? ആ ഞാൻ അയച്ച മെസ്സേജ് ഡെലിവറി ആവുന്നില്ല. സാറിന് ഇങ്ങനെ നീലറ്റിക്ക് വരുന്നില്ല. അതിപ്പോ വരുന്നില്ല. മെസ്സേജ് ഡെലിവറി ആവുന്നില്ലെന്നാണോ വാവ് പറഞ്ഞത്? മെസ്സേജ് ഡെലിവറി അല്ല, ഡെലിവേർഡ് അങ്ങനെ പറഞ്ഞു. എന്റെ വണ്ടി പിന്നെ അവിടെ പോയിക്കണ രണ്ടും. ഷിബു, സംഭവം എന്തോന്ന് പറഞ്ഞ ഞങ്ങൾ നിർത്ത്. നീ പറയണ്ട, നീ പറ. ഞാനല്ല പറയണ്ടേ, ഇവനാ പറയണ്ടേ. ഞങ്ങളിപ്പോ ആര് പറഞ്ഞാലെന്താ? ജോർജെ, നീ മിണ്ടരുത്. നീ വാ തുറക്കരുത്. പറടാ. എന്താ പറയണ്ടേ? എന്തെങ്കിലും നമ്മ പറയടാ. ഇന്നെന്താ സിനിമയുടെ പറയട്ടെ? കൊല്ലി ഞാൻ പട്ടി. അല്ലോല പറ. അത് പിന്നെ ഇന്ന് അരി വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് ഇച്ചിരി പോപ്കോൺ തിന്നണമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ കുറേ കടകളിൽ കയറി ഇറങ്ങിയപ്പോൾ അവിടെ ഒന്നും പോപ്കോൺ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ ചെന്നപ്പോൾ അവിടുത്തെ മാമൻ പറഞ്ഞ് തിയേറ്ററിലെ പോപ്കോൺ കിട്ടത്തുള്ളെന്ന്. അങ്ങനെ തിയേറ്ററിൽ ചെന്ന് വെച്ചപ്പോൾ അവർ പറയുക ഇൻ്റർവെല്ലിലെ പോപ്കോൺ കൊടുക്കത്തുള്ളെന്ന്. അല്ലേ? ഇൻ്റർവെൽ വരെ ഞങ്ങൾ മനസ്സോടെ ആ പടം ഇരുന്ന് കണ്ട്. ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയ പോപ്കോൺ ചോദിച്ചപ്പോൾ അവർ പറയാം പോപ്കോണിന് 100 രൂപയാന്ന്. വാങ്ങിക്കാതെ നിവൃത്തിയില്ലല്ലോ. ഞങ്ങൾ പിന്നെ പോപ്കോൺ വാങ്ങിച്ചിട്ട് പടം പകുതി വരെ കണ്ടില്ലേ, അതുകൊണ്ട് ബാക്കി ഇവിടെ ഇരുന്നും കണ്ട്. പടം കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോഴത്തേക്ക് പകുതി വഴി ആയപ്പോഴത്തേക്ക് പെട്രോൾ തീർന്നു. പിന്നെ ഞങ്ങൾ ഉന്തിക്കൊണ്ടാ വന്നത്. കൊള്ളപ്പോ നിങ്ങൾ പെട്രോൾ നിർത്താം. പെട്രോളിന്റെ കാര്യം അവൻ ചോദിച്ചില്ലായിരുന്നല്ലോ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. സബാഷ്.